ആലപ്പുഴയിൽ നവകേരള യാത്രയ്ക്കെത്തിയ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് ക്രൂരമർദ്ദനം. മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ ചേർന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിച്ചത്. നവകേരള സദസ്സിനായി മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന ബസ് ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിലൂടെ കടന്നു പോകുമ്പോഴാണ് സംഭവമുണ്ടായത്. മുദ്രാവാക്യം വിളിച്ച 2 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഇവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ കീഴ്പ്പെടുത്തി ഒരു വശത്തേക്ക് മാറ്റിയിരുന്നു. ഇതിന് പിന്നാലെ എത്തിയ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർ പ്രവർത്തകരെ ലാത്തികൊണ്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ സ്ഥിരം ഗൺമാൻ ഉൾപ്പെടെയുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനം. ഒരു പ്രവർത്തകന് തലയ്ക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് അമ്പലപ്പുഴയിലെ നവകേരള സദസ്സിന് ശേഷം കുട്ടനാട്ടിലേക്ക് മടങ്ങിയ മുഖ്യമന്ത്രിയുടെയും സംഘത്തിന്റെയും വാഹനങ്ങൾ കളർകോട് കൈതവന ജംഗ്ഷന് സമീപം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. തുടർന്ന് പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ചേർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചു. പ്രവർത്തകരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കി. ഇതിന് പിന്നാലെ കളർകോടുള്ള KPCC ജനറൽ സെക്രട്ടറി MJ ജോബിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. വീടിന്റെ ജനൽ ചില്ലുകൾ അടിച്ചു തകർക്കുകയും ഫർണിച്ചറുകൾ തകർക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വളരെ അക്രമത്തോടെ ഗുണ്ടായിസം കാണിക്കാൻ എത്രമാത്രം ഈ പാർട്ടി മുന്നോട്ട് വന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. വളരെ 10-12 പേര് സംഘടിച്ചു വരിക, അവർ 3 റൗണ്ടും എൻ്റെ വീട്ടിൽ കയറി ആക്രമിക്കുക, ഇതാണ് സംഭവം ഉണ്ടായത്. ഇരുചക്രവാഹനവും തകർത്ത നിലയിലാണ്. ജോബിന്റെ ഭാര്യയെ മർദ്ദിച്ചു. 4ഓളം വരുന്ന CITU പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് ജോബ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ ആലപ്പുഴ സൗത്ത് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.